നമസ്കാരം. പാലക്കാട് കഞ്ചിക്കോട്ടെ എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ പിണറായി സർക്കാർ ചില ചോദ്യങ്ങൾ നേരിടുന്നുണ്ട്. കടുത്ത ശുദ്ധജലക്ഷാമം നേരിടുന്ന ഒരു മേഖലയിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യവസായം തുടങ്ങുന്നതിന് പഞ്ചായത്തിന്റെ അനുമതി വാങ്ങിയിരുന്നു. ഭാവിയിൽ ദാഹജലം കിട്ടാതെ ശ്വാസം മുട്ടേണ്ടി വരുമെന്ന ആശങ്കയിൽ കഴിയുന്ന അവിടുത്തെ ജനങ്ങളെ കേട്ടിരുന്നു. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള സർക്കാരിന്റെ മലബാർ ഡിസ്റ്റിലറിക്ക് കഴിഞ്ഞ 4 വർഷമായി വെള്ളം കൊടുക്കാനായിട്ടില്ല എന്ന വസ്തുത കണക്കിലെടുത്തിരുന്നു. ഭൂഗർഭ ജലത്തിന്റെ തോതിൽ അപായ മേഖലയായി പരിഗണിച്ച പ്രദേശത്ത് ഒരു പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയോ? ഇതിനൊക്കെ പുറമെയാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കുടുങ്ങിയ ഒയാസിസ് കമ്പനിയുമായുള്ള കരാറിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അഴിമതി ആരോപണം. എന്നിട്ടും പദ്ധതിയുമായി മുന്നോട്ടു പോകും എന്നാണെങ്കിൽ അതിന് പ്രദേശവാസികൾക്കും പരിസ്ഥിതിവാദികൾക്കും മുന്നിൽ സർക്കാർ നിരത്തുന്ന വാദങ്ങൾ കുടിനീര് പോലെ തെളിമയുള്ളതാകണം. എൻകൗണ്ടർ പ്രൈം തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനി കേരളത്തിൽ അവരുടെ പ്ലാന്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ തന്നത്. അപേക്ഷ നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്രയും സുതാര്യമായ രീതിയിൽ നടന്നൊരു കാര്യമാണ്. കമ്പനിക്ക് ആവശ്യമായ വെള്ളം ആര് കൊടുക്കും? വാട്ടർ അതോറിറ്റി കൊടുക്കും, സർക്കാർ കൊടുക്കുന്ന ഉറപ്പ് കൊടുത്തിരിക്കുക. പച്ച വെള്ളം കുടിക്കാനില്ലാത്ത ഈ നാട്ടിലെ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി അലയുമ്പോൾ, ലോറിയിൽ വെള്ളം കൊണ്ടുവരുമ്പോൾ നാണമാനുണ്ടോ ഈ എം പി രാജേഷിന്? സ്വന്തം നാട്ടിൽ സ്വന്തം ജില്ലയിൽ ഈ കരാർ കമ്പനിക്കാർ, ഈ മദ്യ കമ്പനിക്കാർക്ക് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വലിയ ആവേശത്തോടു കൂടി പ്രതികരിക്കുകയാണ്. അപ്പോൾ ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് സ്വന്തമായിട്ട് കുടിവെള്ള പദ്ധതി ഇല്ല. പലയിടത്തും കുഴൽക്കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്നില്ല. 500ഓളം കുഴൽക്കിണറുണ്ട്, 400ഓളം എണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. 100-ലധികം ഇപ്പോൾ ഒരു തുള്ളി വെള്ളം ഇല്ലാതിരിക്കുക. CPIMലെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് സി മാത്യു, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ, എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേവതി ബാബു എന്നിവരാണ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം അതിഥികളായുള്ളത്. ശ്രീ ജോസഫ് സി മാത്യു, എലപ്പുള്ളിയിൽ സർക്കാർ തുടങ്ങാൻ പോകുന്ന ഈ ബ്രുവറി അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഗോപി, ഇത് 2018 സമാനമായൊരു ബ്രൂവറി എലപ്പള്ളിയിൽ തന്നെ തുടങ്ങുന്നത് സംബന്ധിച്ചുള്ള ആലോചന, അതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ ഈ സർക്കാർ നടത്തിയതാണ്. അന്ന് അവിടെ MLA ആയിരുന്നത് സഖാവ് VS അച്യുതാനന്ദനാണ്. അദ്ദേഹം തന്നെ പരസ്യമായി അതിനെതിരായി രംഗത്ത് വന്നതാണ്. നിങ്ങൾ ഒക്ടോബർ 1, 2018 അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. ഞാൻ അദ്ദേഹം രംഗത്ത് വന്നതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറയുകയല്ല. അദ്ദേഹം അവിടുത്തെ MLA എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായി ഒരു MLA ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എലപ്പള്ളി എന്ന് പറയുന്ന ഈ പഞ്ചായത്തിൻ്റെ മഴനിഴൽ പ്രദേശത്തുള്ള പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമവും അതിൻ്റെ രൂക്ഷമായ അവസ്ഥയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത്, ഒരു കാരണവശാലും കൊണ്ടുപോകരുത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞത് കേരളത്തിലേക്ക് വരുന്ന ഒരു നിക്ഷേപം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇതിനെ പറയുന്നത്. തീർച്ചയായിട്ടും അത് കേരളത്തിലേക്ക് വരുന്ന ഒരു നിക്ഷേപമാണ്. ഏത് സംരംഭവും അങ്ങനെ നിക്ഷേപം ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു മദ്യനിർമ്മാണശാലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാധാരണ ഒരു നിക്ഷേപം എന്നുള്ള രീതിയിലുള്ള പരിഗണന മാത്രം കൊടുത്താൽ പോരാ എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നാമത് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ജലത്തിൻ്റെ ലഭ്യത എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് തുടങ്ങരുത് എന്നുണ്ടെങ്കിൽ അതിലേറ്റവും അവസാനം പരിഗണിക്കേണ്ട സ്ഥലമാണ് എലപ്പള്ളി. അതായത് ഒരു സ്ഥലം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കേണ്ട സ്ഥലമാണ് ഈ പ്രദേശം എന്ന് നമുക്കറിയാം. അപ്പോൾ മറ്റു പല പ്രദേശങ്ങളിലില്ലാതെ ആവർത്തിച്ച് അവിടെ തന്നെ
ഈ സംരംഭം വരാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ എന്തൊക്കെ താല്പര്യങ്ങളാണെന്നുള്ളത് വേറെ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 500 കിലോ ലിറ്റർ പെർ ഡേ, അതാണ് ഈ KLPD എന്ന് പറയുന്നത്. അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ഒരു യൂണിറ്റ് അവിടെ തുടങ്ങുമ്പോൾ 500 കിലോ ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം, 5 ലക്ഷം ലിറ്റർ വരും. അപ്പോൾ അതിന് 1 ലിറ്ററിന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന ജലത്തിൻ്റെ ലഭ്യതയും കൂടി നമ്മളൊന്ന് നോക്കണം. അതായത് 15 മുതൽ 20 ലിറ്റർ വരെ വെള്ളം വേണ്ടി വരും എന്നാണ് കണക്ക്. ഏറ്റവും കൂടുതൽ സർക്കുലേഷനും റീസർക്കുലേഷനും എല്ലാം കൂടി ചെയ്താലും ഇവർ തന്നെ കൊടുക്കുന്ന പ്രോജക്റ്റ് റിപ്പോർട്ടുകളിൽ പോലും ഒരു 6 ലിറ്ററിൽ കുറഞ്ഞുള്ള കണക്കില്ല. അപ്പോൾ ഇത്രയധികം ജലം അവിടെ നിന്ന് ഊറ്റിയെടുക്കാൻ ആ പ്രദേശത്ത് ജലമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെ കൊണ്ടും തീരുന്നില്ല. പിന്നീട് നമ്മൾ പറയുന്നത് 1 മില്യൺ ഹെക്ടോ ലിറ്റർ ബിയർ ഉൽപ്പാദനത്തെക്കുറിച്ചാണ്. ആ ബിയർ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 കോടി ലിറ്റർ. അതിനും ഇതുപോലെ 5-6 മടങ്ങെങ്കിലും കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് അത്രയുമെങ്കിലും ജലം ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം. പിന്നീട് ആ ജലലഭ്യത എന്നുള്ളതാണ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് വാട്ടർ അതോറിറ്റി അവിടെ വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ വാട്ടർ അതോറിറ്റിയെ തന്നെ പിരിച്ചുവിടേണ്ടതാണ്. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ മറുപടി പറയേണ്ടതാണ്. അവിടെ കുടിവെള്ളം കൊടുക്കാനില്ല എന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ ജോസഫ് സി മാത്യു, ഒറ്റ കാര്യം. അതായത് സർക്കാരിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഒന്ന് താങ്കൾ പറഞ്ഞതുപോലെ ജല അതോറിറ്റിയുമായിട്ടുള്ള ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് വാട്ടർ റീസൈക്ലിംഗ് ആണ്. അതായത് റിവർ വാട്ടർ, പുഴയിൽ നിന്നുള്ള വെള്ളം അത് റീസൈക്കിൾ ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ പറയുന്ന മറ്റൊരു ഓപ്ഷൻ ജലസംഭരണികളാണ്. അതായത് മഴവെള്ള സംഭരണികൾ, മഴ പെയ്തിട്ടുള്ള വെള്ളം ആ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെ ഈ ജലം എത്തിക്കാൻ കഴിയുമെന്നാണ്. ഇതൊക്കെ തീർത്തും അപ്രായോഗികമായ ഒന്നാണ് എന്ന അഭിപ്രായമാണോ താങ്കൾക്ക്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഭരണപരമായ ഈ കാര്യങ്ങളിലെ സുതാര്യതയില്ലായ്മയാണ് പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയൊരു കാര്യം. അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി പരിസ്ഥിതി ആഘാതം എന്ന ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ പദ്ധതിക്കെതിരെ നിൽക്കാൻ എന്നാണോ ശ്രീ ജോസഫ് സി മാത്യുവിൻ്റെ അഭിപ്രായം? അല്ല, തീർച്ചയായിട്ടും ജലത്തിൻ്റെ ദൗർലഭ്യം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ്. ഇത്രയും ജലം ഊറ്റുന്ന കമ്പനികളെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി അവിടുന്ന് ഓടിച്ചു വിട്ടതാണ്. അത് വളരെ പ്രശ്നമാണ്. ഇപ്പോൾ വാട്ടർ കൺസർവേഷൻ്റെ കാര്യം, ആ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ച പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളോടൊപ്പം ചർച്ചയിലുള്ളത്. അവിടെ വാട്ടർ കൺസർവേഷനും റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങും അതുപോലെ ഒരുപാട് ശ്രമഫലമായി കുടിവെള്ളം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പഞ്ചായത്ത്. ആ ശ്രമങ്ങളെയാണ് രാജ്യം ആദരിച്ചത്. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഇത് കുപ്പിയിലാക്കി മദ്യവും കൂടി ചേർത്ത്, നേരത്തെ കൊക്കക്കോള ചെയ്തതുപോലെ അതിനേക്കാൾ പ്രശ്നമായിട്ട് ഇത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ സ്പെൻഡ് വാട്ടർ, അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതെല്ലാം പ്രശ്നമാണ്. ഗോപി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷനെ കുറിച്ച്, അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ള ആൾക്കാർ പഞ്ചായത്ത് ഇത് അറിയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അതിന് പറയുന്നത് എന്താണ്? സിംഗിൾ വിൻഡോ. അതെന്ത് വിൻഡോയാണ്? ഇതൊരു ജനലാണോ ഇവരുണ്ടാക്കുന്നത്? ഒരു കവാടമാണോ ഉണ്ടാക്കുന്നത്? ഇവരെ അധികാരം കവർന്നെടുക്കാൻ വേണ്ടി ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഉണ്ടാക്കുകയാണ്. 2023 കൊണ്ടുവന്ന ഒരു ഉത്തരവ് എന്താണ്? ഇത്തരം സിംഗിൾ വിൻഡോയിൽ കൂടെ ലൈസൻസ് കൊടുക്കുന്നതിനെതിരായിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കേസിന് പോകുന്നതിനെ തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും താഴോട്ടുള്ളതിൻ്റെയും മുഴുവൻ കടക്കൽ കത്തിവെക്കുന്ന പരിപാടിയാണ് ഈ സർക്കാർ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം അഴിമതി ഒളിച്ചു കടത്തുന്ന ജനലാണ് ഈ സിംഗിൾ വിൻഡോ. അത് റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം ഓരോ വകുപ്പിൻ്റെയും മറ്റു വകുപ്പുകളുടെ ഉള്ളിൽ കൈ കടത്തി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒന്നാണ്. അത് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയെ മാത്രമല്ല ഞാൻ പറയുന്നത്, അത് കുറേ നാളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് യോഗി? ലിബറലൈസേഷൻ എത്രത്തോളം നന്നായി നടപ്പിലാക്കി എന്നുള്ളതിൻ്റെ അളവുകോലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇത് ഞാൻ പറയുന്നതല്ല. CPM-ൻ്റെ 10 രേഖകൾ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് തരാം. 22ാം പാർട്ടി കോൺഗ്രസിൻ്റെ രേഖ വേണമെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഇപ്പോൾ ഈ EIA പഠനം ഈസ് ഓഫ് ബിസിനസ് നടത്തുന്നതിൻ്റെ പേരിൽ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ബൃന്ദാക്കാരായിട്ട് മോഡി സർക്കാരിന് അയച്ച കത്ത് ഞാൻ അങ്ങോട്ട് ഇട്ട് തരാം, അല്ലെ ഞാൻ വായിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കൂടി ഈ സർക്കാരിൻ്റെ നയം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഘടകവിരുദ്ധമായ കാര്യം. ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന പോളിസി ഉണ്ടല്ലോ, ഒന്ന് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ എന്താ പറഞ്ഞതെന്നും അന്നത്തെ പരസ്യങ്ങളും ഒക്കെ നമുക്കറിയാം.
ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന പോളിസിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഥനോൾ മാനുഫാക്ചറിങ്ങിന് അനുമതി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇതിൽ എഥനോൾ മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഈ പ്രോജക്റ്റ് നടക്കുന്നത് അതുമാത്രമാണോ? സത്യത്തിൽ ആ നയത്തിൽ പോലും പറയുന്നത് എന്താണ്? ധാന്യേതര കാർഷിക വിളകൾ ഉപയോഗിച്ചുകൊണ്ട് ബിയർ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അനുമതി അങ്ങനെയാണോ? അങ്ങനെ അല്ലാതെ ധാന്യങ്ങൾ, അരി ഒരു ധാന്യമല്ലേ? എന്നിട്ട് ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന അടിയിൽ എഴുതി വെച്ചാൽ കാര്യം ശരിയാവൂ? അങ്ങനെ തന്നെ പറയാം. അതായത് ഉപയോഗശൂന്യമായ അരി, ചോളം, പച്ചക്കറി വേസ്റ്റ്, മരച്ചീനി സ്റ്റാർച്ച്, ഇതാണ് അസംസ്കൃത വസ്തുക്കളായി സർക്കാർ പറയുന്നത്. അല്ല, ഗോപിക്ക് തെറ്റി. ഉപയോഗശൂന്യമായ അരി ഉൾപ്പെടെ എന്നാണ്, ഉപയോഗശൂന്യമായ അരി മാത്രം എന്നല്ല. എന്ന് മാത്രമല്ല, അവസാനം എഴുതിയിട്ടുണ്ട് ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാവൂ. എന്തുകൊണ്ടാണ് ധാന്യേതര കാർഷിക വിളകൾ മാത്രമേ ബിയറിന് ഉപയോഗിക്കാവൂ എന്ന് ഈ അവസാനം ഇറക്കിയ നയത്തിൽ പോലും പറഞ്ഞിരിക്കെ ഇതിലെങ്ങനെയാണ് ഇളവ് കൊടുത്തിരിക്കുന്നത്?